പ്രധാനമന്ത്രിയുടെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. 17ാമത്തെ ഗഡു 2000 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. ഇത് തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു സഹായം തന്നെയാണ്. അത് മാത്രമല്ല, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത 2018-19 കരമടച്ച രസീതൊക്കെയുള്ള ഗുണഭോക്താക്കൾക്ക് ഇപ്പോഴും ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത. പദ്ധതിയിൽ അംഗങ്ങളായ വ്യക്തികളിൽ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്ക് മെയ് മാസം 31-ാം തീയതി വരെ ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന സംവിധാനം, ഈ KYC എന്ന് പറയുന്ന സംവിധാനം, അതായത് ഇത് ഒരൊറ്റത്തവണ പുതുക്കലാണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചേർന്ന് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. 17ാമത്തെ ഗഡു വിതരണം ജൂൺ മാസം ആരംഭിക്കും എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുള്ളത്. കാരണം ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ഇത്തരം പദ്ധതികളുടെ ആനുകൂല്യം വിതരണം ചെയ്യാവൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അറിയിപ്പ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലഭ്യമാകേണ്ട സഹായങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾ നീട്ടിവെക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഈ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കൊരു കാർഡ് കൂടി ലഭിക്കുന്നുണ്ട്. ഇതിലൂടെ വായ്പാ പദ്ധതിയാണുള്ളത്. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നമ്മുടെ വായ്പാ തുക എത്തിച്ചേരും. അത് നമുക്ക് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ പിൻവലിക്കുന്നതിനും സാധിക്കും. 3 ലക്ഷം രൂപയാണ് ഓരോ വീടുകൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്നത്. കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമുള്ള വ്യക്തികൾ അവരുടെ കൃഷിഭൂമി കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹാജരാക്കിയ കൃഷിഭൂമിയും നമുക്ക് വേറെ കൃഷിഭൂമി ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നമുക്ക് വായ്പ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ഈടില്ലാതെ നമുക്ക് വായ്പ ലഭിക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അതായത് 1,60,000 രൂപയാണ് ഈടില്ലാതെ ലഭിക്കുന്നത്. ഇനി ഈട് കൂടി നമുക്ക് നൽകാനുണ്ടെങ്കിൽ പരമാവധി 3 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. നമ്മളുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന വിള ഏതാണോ അതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ വായ്പാ പരിധിയൊക്കെ നിശ്ചയിക്കുന്നത്. ഒരു പക്ഷേ കാപ്പി, ഏലം, കുരുമുളകൊക്കെ ആണെങ്കിൽ ഉയർന്ന തുക അത് നമുക്ക് ലഭിക്കും. കൊക്കോ, ഗ്രാമ്പു തുടങ്ങിയവയ്ക്കെല്ലാം ഉയർന്ന തുക തന്നെ ലഭിക്കും. മരച്ചീനി കൃഷി, ഇനി അതോടൊപ്പം മറ്റു വിളകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതനുസരിച്ച് വായ്പാ തുകയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിൽ പോലും അറിഞ്ഞുകൊള്ളുക, ഈടുകൂടി വയ്ക്കാനുണ്ടെങ്കിൽ ഉയർന്ന വായ്പ തന്നെ നമുക്ക് ലഭിക്കും. അതും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 3% പലിശ സബ്സിഡി. ഈ സബ്സിഡി കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് കേവലം 4% മാത്രമേ പലിശയാകുന്നുള്ളൂ. ഈ പദ്ധതി, ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾക്ക് തീർച്ചയായിട്ടും നൽകുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ സമീപമുള്ള ബാങ്കിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ 3 രേഖകളുണ്ടെങ്കിൽ നമ്മളുടെ സിബിൽ ജനറേറ്റ് ചെയ്ത് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും. പിന്നീട് നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, ആധാരത്തിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരമടച്ച രസീത്, ഇത് ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ വേണ്ടതായിട്ടുണ്ട്, ലൊക്കേഷൻ സ്കെച്ച് വേണ്ടതായിട്ടുണ്ട്, ഇതോടൊപ്പം തന്നെ കൈവശാവകാശ രേഖ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് അപേക്ഷകൾ വളരെ വേഗത്തിൽ തീർപ്പാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് കയ്യിൽ ലഭിക്കും. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2000 രൂപ ലഭിക്കുന്നതിന് മുൻപ് ഈ 3 ലക്ഷം രൂപ നമ്മളുടെ കൈവശം എത്തിച്ചേരും. തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കണം. 4% പലിശയിൽ മറ്റൊരിടത്തും നൽകാത്ത രീതിയിൽ തന്നെയാണ് ഈ ആനുകൂല്യ വിതരണം നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വിവിധ ജനോപകാരപ്രദമായ അറിയിപ്പുകൾ ഇനിയും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം.